അണ്ണാ. ആ ബാബു, എന്തായടാ പിള്ളേരുടെ ഇടയിലേക്ക് സംസാരമൊക്കെ എന്താ? അവർക്ക് പലരെയും സംശയമുണ്ട്. ഓ, ആശ്വാസമായി. അണ്ണന്റെ പേരും പറയുന്നുണ്ട്. മൈക്കിളിന്റെ കൂട്ടുകാർക്കാ അണ്ണനെ കൂടുതൽ സംശയം. സംശയത്തിന്റെ പേരിൽ പോലീസ് അങ്ങനെ എന്നെ പൊക്കിക്കൊണ്ടു പോയാൽ നിഷ്കളങ്കനായ ഞാനെല്ലാം തുറന്നു പറഞ്ഞു പോകും. എങ്കിലൊരു ഓട്ടോ വിളിക്കട്ടെ. എന്തിന്? പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എല്ലാ കാര്യവും തുറന്നു പറയാൻ. നീ എന്നെ കൊലയ്ക്ക് കൊടുത്ത് ഇറങ്ങത്തോളല്ലേ? കാണാതായ നിങ്ങളുടെ ഫ്രണ്ട് മൈക്കിളിന്റെ ശത്രുക്കളുടെയോ ശത്രുക്കളെന്ന് തോന്നിക്കുന്നവരുടെയോ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടിയാൽ കൊള്ളാം. അവനാരോട് ശത്രുതയില്ല, പക്ഷേ അവനെ ശത്രുവായി കാണുന്നവർ ഇവരൊക്കെയാ. മൈക്കിളിന്റെ വളർച്ചയിൽ പണ്ടേ അസൂയക്കാരനായ അലക്സ് എന്ന സീനിയർ വിദ്യാർത്ഥി. മൈക്കിൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ഫാദർ ഒരു ഹുസൈൻ മുതലാളി. പ്രോഗ്രാം ഏജന്റായ ഒരു ശങ്കരൻകുട്ടി. പിന്നെ ആ SI ഹരികുമാർ. അയാളെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഈ മൈക്കിൾ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ. അതെ, ഫർഹാന. അപ്പൊ നമുക്ക് ഫർഹാനയിൽ തുടങ്ങാം. അതായത് നായികയിൽ നിന്ന് തുടങ്ങാം. നായകനായ മൈക്കിൾ ജാക്സനെ പരിചയപ്പെടും. മൈക്കിളെ, എന്താടി? നിന്നെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കാൻ ഒരാൾക്കൊരാഗ്രഹം. എന്റെ ഫ്രണ്ട് ഫർഹാന. ഡി ഫർഹു, ഇങ്ങ് വന്നേ. പറഞ്ഞോടി. ഹലോ. ഹലോ. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്താ പ്രേമിക്കാൻ പോവാണോ? നീ പറയാൻ വന്ന പറഞ്ഞില്ലല്ലോടി. എടി സോണിയ, ഒന്നിങ്ങോട്ട് വരുവോ? എടി സോണിയാന്നോ? മോളെ സോണിയാന്ന് വിളിക്കടി. ഞാനിപ്പോ വരാം. ഡാൻസ് കണ്ടിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. ഫർഹാനയുടെ മോണോ ആക്ട് ഞാൻ കണ്ടിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടമായി. താങ്ക്സ്. നീ അഭിനന്ദിച്ച് കഴിഞ്ഞില്ലേടി? എടി ഉമ്മച്ചി, നീ എന്റെ മൈക്കിളിനെ കറക്കിയെടുക്കാൻ നോക്കുകയാണോ? അയ്യോ, എന്താ സോണിയ ഇത്? ഫർഹാന, ഇവക്ക് വട്ട. കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഫ്രണ്ട്സാ. മതിയാക്കടാ മൈക്കിൾ ജാക്സൺ. മോനെ മൈക്കിൾ ജാക്സ, നീ ഇപ്പൊ ഈ കോളേജിലെ ഒരു സൂപ്പർ സ്റ്റാർ ആണല്ലേ? എന്തോന്ന് സൂപ്പർ സ്റ്റാർ? എന്താണ് നോക്കുന്നേ? വീട് സാബു. എടാ മൈക്കിളെ, ഞാൻ നിന്റെ സീനിയറാ. നീ എനിക്ക് എന്നും ഒരു ശല്യം തന്നെയാ. അലക്സേ, നിനക്ക് ഞാനൊരു ശല്യമല്ല. മതി നിന്റെ ന്യായീകരണങ്ങളൊക്കെ. ഞങ്ങളിപ്പോ വന്നത് ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ സംസാരിക്കാനാ. യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിന് ഡാൻസിന് നിനക്ക് സെലക്ഷൻ കിട്ടിക്കാണും. പക്ഷെ മത്സരിക്കാൻ പോകുന്നത് ഇവന്മാരാ. എന്താ കാര്യമെന്നറിയാമോ? ഞാൻ പറയുന്നത് ഇവിടെ നടക്കൂ. ഈ കോളേജ് കെട്ടി ഉയർത്തുന്നതിന് എന്റെ ഡാഡിയുടെ വലിയ സഹകരണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിന്റെ ഡാഡി കെട്ടിട പണിക്കാരനല്ലേ? അലക്സേട്ടാ കളിയാക്കുന്നോടാ. വേണ്ട. എന്താണ് മൈക്കിളെ, എന്താ പ്രശ്നം? ഉള്ള കഞ്ചാവും കൊക്കേനെ വലിച്ചു കയറ്റി അവനാകെ വട്ടായിരിക്കുക. മൈക്കിളെ, നീ അറിഞ്ഞില്ലേ നമുക്ക് സെലക്ഷൻ കിട്ടി? ആഹാ,